നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് സാലറിയിലെ ഹൗസ് റെന്റ് അലവൻസ് ആണ്, അല്ലെങ്കിൽ HRA എന്ന് പറയും. നമ്മൾ ഫെമിലിയർ ആയിട്ടുള്ള ടേമാണ് ഹൗസ് റെന്റ് അലവൻസ് അല്ലെങ്കിൽ HRA എന്ന് പറയുന്നത്. അപ്പം ആൻ അലവൻസ് ടു മീറ്റ് ദി എക്സ്പെൻസസ് ഇൻ കണക്ഷൻ വിത്ത് റെന്റ് ഓഫ് ദി ഹൗസ് ബൈ വാട്ട് എവർ നെയിം കോൾഡ്. ഓക്കെ, ബൈ വാട്ട് എവർ നെയിം കോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു എംപ്ലോയി എന്ത് ചെയ്യാണ്, ഹൗസ് റെന്റിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നു. ഓക്കെ, അതിനു വേണ്ടി കൊടുക്കും. ടാക്സ് ട്രീറ്റ്മെന്റ് മിനിമം ഓഫ് ദി ഫോളോയിങ് ഈസ് എക്സംപ്റ്റഡ് ഫ്രം ടാക്സ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്, ഹൗസ് റെന്റ് അലവൻസ് കൊടുക്കുന്നുണ്ട്. ഒരു വ്യക്തിക്ക് നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്, HRA കൊടുക്കുന്നുണ്ട്. HRA. അപ്പം HRA കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് എന്താണ്, ഇൻകം ആണ്. ഞാൻ എന്ത് ചെയ്യാണ്, 5000 രൂപ മാസത്തിൽ കൊടുക്കുന്നുണ്ട്. അപ്പം 5000 × 12 അയാൾക്ക് ഒരു ഇയറിൽ എത്ര കിട്ടുന്നുണ്ട്, 60,000 രൂപ. 60,000 രൂപ അയാൾക്ക് ഇൻകം ആയിട്ട് കിട്ടുന്നുണ്ട്. അത് മുഴുവൻ ടാക്സബിൾ ആണോ, എങ്ങനെയാണ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഇപ്പൊ ടാക്സ് ട്രീറ്റ്മെന്റ് മിനിമം ഓഫ് ദി ഫോളോയിങ് ഈസ് എക്സംപ്റ്റഡ് ഫ്രം ദി ടാക്സ്, അല്ലെങ്കിൽ ലിസ്റ്റ് ഓഫ് ദി ഫോളോയിങ്. താഴെ പറയുന്നതിൽ ഏറ്റവും ചെറുതാണോ അതായിരിക്കും അയാൾക്ക് എന്ത് ചെയ്യുക, എക്സംപ്ഷൻ കിട്ടുക. ഓക്കെ, അതിൽ ഒന്ന് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ആക്ച്വൽ HRA റിസീവ്ഡ്. ഞാൻ നേരത്തെ പറഞ്ഞ കേസിൽ ആക്ച്വൽ HRA റിസീവ്ഡ് എത്രയാ, 60,000 ആണ് അല്ലെ. ആക്ച്വൽ HRA റിസീവ്ഡ് എത്രയാണ്, 60,000. എങ്ങനെയാണ് കിട്ടിയത്, അയാൾക്ക് മന്ത്ലി എത്ര, 5000 ആണുള്ളത്. അപ്പം 12 മാസം എത്ര ഉണ്ടാവും, 60,000 രൂപ അയാൾക്ക് HRA ഉണ്ട്. അപ്പൊ അത് പൂർണ്ണമായിട്ട് അല്ലെങ്കിൽ അതിന്റെ ടോട്ടൽ, അതാണ് ഓപ്ഷൻ എ. ഇനി ബി, an amount equal to 50% of salary when house is situated in metro city. മെട്രോ സിറ്റിയിലാണെങ്കിൽ അയാളുടെ സാലറിയുടെ 50% ഒരു എമൗണ്ട് ഉണ്ടാവും. നേരത്തെ നിങ്ങൾ പറഞ്ഞ HRA എന്ന് പറയുന്ന ഒരു എമൗണ്ട് ഇല്ലേ, അത് 50K അല്ലേ. ഈ പറയുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ 75K എന്ന് വിചാരിക്കാം. ഓക്കെ, ഇത് അല്ലെങ്കിൽ മെട്രോ സിറ്റിയിൽ അല്ലെങ്കിൽ 40% ഓഫ് സാലറി വെൻ ഹൗസ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ എനി അതർ പ്ലേസ്. ഓക്കെ, അപ്പൊ അവിടെയാണെങ്കിൽ 40% ഓഫ് സാലറി, അല്ലെങ്കിലോ മെട്രോ സിറ്റി ആണെങ്കിലോ 50% ഓഫ് സാലറി. അപ്പം ആ എമൗണ്ട് നിങ്ങൾ കാൽക്കുലേറ്റ് 75K ആണ് വരുന്നത് സങ്കല്പിക്കുക. അയാളുടെ ആക്ച്വൽ HRA എത്രയാണ്, 60,000 ആണ് സങ്കല്പിക്കുക. ദെൻ ദി എക്സസ് ഓഫ് റെന്റ് പെയ്ഡ് ഓവർ ദി 10% ഓഫ് സാലറി. എക്സസ് ഓഫ് റെന്റ് പെയ്ഡ് ഓവർ ദി 10% ഓഫ് സാലറി. നമ്മൾ റെന്റ് കൊടുത്തത് സാലറിയുടെ 10%-നേക്കാൾ എത്ര അധികമുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ റെന്റ് കൊടുത്തിരിക്കുന്നത്, ഇവിടെ നോക്കിയാൽ റെന്റ് പെയ്ഡ് എന്ന് പറയുന്നത് 30,000 എന്ന് വിചാരിക്കാം. റെന്റ് പെയ്ഡ് 30,000. ഓക്കെ, ദെൻ 10% ഓഫ് സാലറി. ഇവിടെ സാലറി ടോട്ടൽ സാലറി അല്ല, 50% 75 ആണെങ്കിൽ അതിപ്പോ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം. സാലറി ഇൻക്ലൂഡ്സ് പറഞ്ഞ് നമ്മൾ താഴെ എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, ഇവിടെ സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് മാത്രമല്ല, എന്തൊക്കെ കൂട്ടും, DA കൂട്ടും. ബേസിക് പ്ലസ് DA. if it is form part of retirement benefit, then commission as a fixed percentage. അങ്ങനെയാണെങ്കിൽ സാലറി എന്ന് പറഞ്ഞാൽ എന്തല്ല, ബേസിക് മാത്രമല്ല, ബേസിക് പ്ലസ് DA പ്ലസ് കമ്മീഷൻ കൂട്ടിയിട്ട് അതിന്റെ ടോട്ടൽ സാലറിയുടെ 10%. റെന്റ് കൊടുത്തതിനേക്കാൾ അല്ലെങ്കിൽ 10% ഓഫ് സാലറിനേക്കാൾ എത്ര അധികം റെന്റ് കൊടുത്തിട്ടുണ്ട് അത്. ഫോർ എക്സാമ്പിൾ അതൊരു 40,000 ആണെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പൊ അയാൾക്ക് കിട്ടുന്ന എക്സംഷൻ എത്രയായിരിക്കും, 60,000 ആയിരിക്കും ഉണ്ടാവുക, 75,000 ആണോ ഉണ്ടാവുക, അല്ലെങ്കിൽ 40,000. 40,000 ബിക്കോസ് ലീസ്റ്റ് ഓഫ് ദി ഫോളോയിങ്. ഈ പറയുന്ന കൂട്ടത്തിൽ ലീസ്റ്റ് ഓഫ് ദി ഫോളോയിങ്. അപ്പൊ ഈ 3 പോയിന്റ് നമുക്ക് നിർബന്ധമായിട്ട് ഓർമ്മ ഉണ്ടാവണം, എന്നാലേ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ക്വസ്റ്റ്യൻ തരും, ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ നമുക്ക് 3 ഹെഡ്, ആദ്യം ആക്ച്വൽ HRA റിസീവ്ഡ്, നമുക്ക് ആദ്യം അത് കിട്ടണം. അപ്പൊ നമുക്ക് HRA അത് സിമ്പിൾ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. 12,000 രൂപയാണ് മാസത്തിൽ HRA എങ്കിൽ ഇൻറ്റു 12 ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വൽ HRA റിസീവ്ഡ് കിട്ടും. ഇനി an amount equal to 15%, അയാൾ മെട്രോ സിറ്റിയിലാണെങ്കിൽ എന്ത് ചെയ്യണം, 50% കാണണം സാലറിന്റെ, ആ എമൗണ്ട് കിട്ടും. ഇനി എക്സസ് ഓഫ് റെന്റ് പെയ്ഡ് ഓവർ ദി 10% ഓഫ് സാലറി. ആ കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാ, ആദ്യം റെന്റ് പെയ്ഡ് എത്രയാന്ന് നോക്കും, 10% സാലറി എത്രയാന്ന് നോക്കും. അതിനേക്കാൾ എത്ര അധികം റെന്റ് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ 10% ഓഫ് സാലറി എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ 20,000 ആണെങ്കിൽ എത്ര അധികം കൊടുത്തത്, 10,000 ആണ് അധികം കൊടുത്തത്. ഓക്കെ, ഇതാണ് എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, HRA. HRAയുടെ
ടാക്സ് എക്സംഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ഇൻഫർമേഷൻ, അതായത് സാലറി എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ബേസിക് പ്ലസ് ഡി എ. ഡി എന്റെ ബ്രാക്കറ്റിൽ എന്തുണ്ടാവണം? ഇഫ് ഇറ്റ് ഈസ് ഫോമിംഗ് പാർട്ട് ഓഫ് റിട്ടയർമെന്റ് ബെനഫിറ്റ്, ഇങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഡി എടുക്കാൻ പാടുള്ളൂ. ഇനി കമ്മീഷൻ എടുക്കാം എങ്ങനെയാണെങ്കിൽ ഫിക്സഡ് പെർസെൻറ്റേജ് ഓൺ ടേൺ ഓവർ. ഫിക്സഡ് പെർസെൻറ്റേജ് ഓൺ ടേൺ ഓവറിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ നിങ്ങൾക്ക് എന്തും കൂടി എടുക്കാം, കമ്മീഷൻ കൂടി. ഇതാണ് എന്ത്? സാലറി. എന്ത് കാൽക്കുലേറ്റ് ചെയ്യുമ്പം? HR കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴുള്ള സാലറി എന്ന് പറഞ്ഞാൽ ബേസിക് പ്ലസ് DA ഫോമിംഗ് പാർട്ട് ആണെങ്കിൽ ദെൻ കമ്മീഷൻ ഫിക്സഡ് ടേൺ ഓവർ ആണ്, പെർസെൻറ്റേജ് ഓൺ ഫിക്സഡ് ടേൺ ഓവർ ആണ്, ഫിക്സഡ് പെർസെൻറ്റേജ് ഓൺ ടേൺ ഓവർ. ഓക്കെ, ദെൻ നമുക്കൊരു ക്വസ്റ്റ്യൻ